ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂരിൻ്റെ ഫേവറേറ്റ് ഫുഡായ ഒറോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. മിക്സിയിൽ അരി അരച്ചിട്ടാണ് നമ്മൾ ഈ ഒറോട്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒറോട്ടിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എങ്ങനെ അരിപ്പൊടി നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുക എന്നുള്ള വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് ഞാൻ അരിപ്പൊടിയൊന്നും ഇല്ലാതെ മിക്സിയിൽ അരി അരച്ചിട്ട് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. നമ്മൾ മുമ്പ് കാലത്ത് പഴയ കാലത്തൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വാഴയിലയിലാണ് ഈ ഒറോട്ടി തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒറോട്ടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒറോട്ടി തയ്യാറാക്കാൻ അറിയാത്തവരൊക്കെ ഈ റംസാനിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ണൂരുകാർക്കൊക്കെ അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും, എങ്കിലും പലരും അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. അരിപ്പൊടി ഇല്ലാതെ എങ്ങനെയെങ്കിലും വീട്ടിൽ ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സിയിൽ അരി അരച്ചിട്ട് എങ്ങനെ ഒറോട്ടി തയ്യാറാക്കിയെടുക്കുമെന്ന് നോക്കാം. ഈ ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ അരിയൊന്ന് കുതിർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബോധന അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന വേവ് കുറഞ്ഞ അരി ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റേഷൻ അരിയും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒറോട്ടി തയ്യാറാക്കിയെടുക്കാം. എന്നോടിപ്പോൾ ഈ ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രവാസിയാണ്. അതുകൊണ്ടാണ്, അവിടെ റേഷൻ അരി കിട്ടൂലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബോധന അരി വെച്ചിട്ട് ഒറോട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 500 ml കപ്പിന് 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നല്ലവണ്ണം വെട്ടി തിളക്കുന്ന വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് അരിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് അരി മുങ്ങാൻ പാകത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും അടച്ചു വെക്കണം. ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റാണ് വെക്കുന്നത്. രാത്രി കുതിർത്തി വെച്ചതിന് ശേഷം നാളെ രാവിലെയാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിക്കൂറോളം ഞാനിത് കുതിർത്തിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അരിയൊക്കെ നന്നായിട്ട് കുതിർത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ കുറേശ്ശെ മാത്രം ഇട്ട് കൊടുക്കുക. കൂടുതലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ അരി നന്നായിട്ട് ടൈറ്റായിട്ട് വരും അരക്കുന്ന ടൈമിൽ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൻ്റെ തോർത്തെടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അടിയിലൊരു പാത്രം വെച്ചിട്ട് ഇതുപോലെ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി എടുത്താൽ മതി. ഇതുപോലുള്ള തോർത്താണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ വെള്ളം അടിയിലോട്ട് പോയി കിട്ടും. ഞാൻ കുതിർത്തിയെടുത്ത മുഴുവൻ അരിയും ഇതുപോലെ ഉണ്ടാക്കുന്നില്ല, പകുതി മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം എനിക്ക് ഇത്രയും ഒറോട്ടി മാത്രമേ ഇന്ന് ആവശ്യമുള്ളൂ. പകുതി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നാളെയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഈ തോർത്ത് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് ചുറ്റുക. മുകൾ വശം ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പിഴിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിലുള്ള ഒരു 50% വെള്ളവും താഴോട്ട് പോയിക്കോളും. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പിഴിഞ്ഞു കൊടുക്കുക. കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ വേണ്ടത് ഇതിൻ്റെ മുകൾ വശം ഈ മുണ്ടിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് കെട്ടിവെക്കുക. നമ്മൾ ചോറ് പൊതിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കെട്ടിവെക്കുമല്ലോ, അതുപോലെ ഒന്ന് കെട്ടിവെക്കണം. ഇതിപ്പോൾ ഞാനിവിടെ കെട്ടിവെക്കുന്നുണ്ട്. ഇത് വെള്ളം പരമാവധി ഞാൻ ഇതിലോട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പ പോലുള്ള പാത്രം വെച്ചിട്ട് ഇതിലോട്ട് ഈ അരി വെച്ച് കൊടുക്കണം.
ഏകദേശം ഒരു 2 മണിക്കൂർ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും താഴെ ഉറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൊട്ടും വെള്ളമില്ല, നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ആ ടൈമിൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടല്ലോ, അരി ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂറാണ് ഇത് വെച്ചിരിക്കുന്നത്. അരി ഇപ്പം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഇതുപോലുള്ള ഇലയിലാണ് ഒറോട്ടി ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ പിന്നെ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇലയുള്ളവരാണെങ്കിൽ ഇതുപോലെ വാഴയില തന്നെ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒറോട്ടിക്ക് ഉണ്ടാവുക. നമ്മൾ പഴയ കാലത്ത് കഴിക്കുന്ന ഒറോട്ടിയുടെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം ഞാനിവിടെ ഒരു ഒറോട്ടിയുടെ തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ ഇലയോട് കൂടി തന്നെ നമുക്കിത് ഇതിലോട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു വശം നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന ടൈമിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഇല നമുക്ക് മുകളിൽ നിന്നും മാറ്റിയെടുക്കാം. ഒരു 2-3 കഷ്ണം ഇല മാത്രം നമുക്ക് മതിയാവും. കാരണം ഓരോ ഒറോട്ടി ഉണ്ടാക്കി എടുക്കുമ്പോഴും തിരിച്ചിട്ട് കൊടുക്കുന്ന ടൈമിൽ ആ ഇല തന്നെ എടുത്തിട്ട് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ഈ ഇലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒറോട്ടിക്ക് ഉണ്ടാവുക. അതിൻ്റെ കൂടെ നമ്മൾ പഴയ കാലത്ത് ഉണ്ടാക്കുന്നത് പോലെ തേങ്ങാപ്പാലും നെയ്യൊക്കെ ചേർത്തിട്ടുള്ള ഒറോട്ടി ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. അതിൻ്റെ കൂടെ ബീഫ് കറിയോ ചിക്കൻ കറിയോ അങ്ങനെയുള്ള കറിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, പ്ലേറ്റ് കാലിയാവുന്നത് അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ മുഴുവൻ ഒറോട്ടിയും ഇതുപോലെ ചുട്ടെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വാഴയില കിട്ടുന്നില്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ വെച്ചിട്ട് പരത്തിയെടുത്താലും മതിയാവും. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ മുകളിൽ വേറൊരു ഷീറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നമുക്ക് ഇതുപോലെ തട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പത്തിരി തവ ഇല്ലെങ്കിൽ സാധാരണ ഫ്രൈയിങ് പാൻ ഉണ്ടല്ലോ, നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പാനിലിട്ടിട്ടും നമുക്കിതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ പത്തിരി തവ തന്നെ വേണമെന്ന് ആവശ്യമൊന്നുമില്ല. ഇനി കുറച്ചൊന്ന് ഇത് നല്ലവണ്ണം ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ ഇതുപോലെ ഇല വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വരും. ആ ടൈമിൽ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ ഒറോട്ടി എന്ന് പറയുന്നത്. ചിലർ പത്തിലിന്നും പത്തലിന്നും ഒക്കെ പറയാറുണ്ട് ഇതിനെ. നമ്മൾ ഒറോട്ടി എന്നാണ് ഇതിന് പറയുന്നത്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒറോട്ടി തന്നെ തയ്യാറാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അരി പൊടിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ അരി കുതിർത്തിയിട്ട് തലേ ദിവസം രാത്രി കുതിർത്തി വെച്ചിട്ട് ഇതുപോലെ മിക്സിയിൽ അരച്ചതിന് ശേഷം ഞാൻ ചെയ്തതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒറോട്ടി തയ്യാറാക്കിയെടുക്കാം. ഇനി അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒറോട്ടിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അരിപ്പൊടിയും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ മുഴുവൻ ഒറോട്ടിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒറോട്ടിയാണ് ഇപ്പം ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ തേങ്ങാപ്പാലിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. അതിനുശേഷം ഇതേ ചൂടോടുകൂടി തന്നെ അതിൻ്റെ മുകളിലോട്ട് അല്പം ഗീ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗീ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ഒറോട്ടി ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അടിയിലുള്ള ഗീ തന്നെ ഇതിൻ്റെ മുകളിലായിക്കോളും. ഇതുപോലെ നമുക്ക് മുഴുവൻ ഒറോട്ടിയും തേങ്ങാപ്പാലിൽ ഡിപ്പ് ചെയ്തിട്ട് മുകളിലായിട്ട് അല്പം ഗീയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലും അതിൻ്റെ കൂടെ ഗീയൊക്കെ ആകുമ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒറോട്ടി കഴിക്കാൻ പറ്റും.
നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ആണെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എപ്പോൾ തീർന്നു എന്ന് ചോദിച്ചാൽ മതി, അത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് പൊടിച്ചരി വെച്ചിട്ട് ഒറോട്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ തേങ്ങാപ്പാലിലൊന്നും ഡിപ്പ് ചെയ്തെടുക്കാത്തത്. ആ ഒറോട്ടി ആകുമ്പോൾ തേങ്ങാപ്പാലിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള ഒറോട്ടിയാണ് തേങ്ങാപ്പാലിലൊക്കെ മുക്കിയിട്ട് നെയ്യൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മുഴുവൻ ഒറോട്ടിയും ഞാൻ ഇതുപോലെ തേങ്ങാപ്പാലിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂട് തണുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചൂട് പാത്രത്തിലോട്ട് മാറ്റണം. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒറോട്ടി തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒറോട്ടി തയ്യാറാക്കാൻ അറിയാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണം. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്